ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീടിന് മുറ്റത്ത് ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ വിക്രം. ഇതേ സമയത്ത് കുറച്ച് സ്ത്രീകൾ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞ കാണുമ്പോൾ കമലാമ്മ ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾ വിക്രമിനെ കാണാൻ വന്നതാണ്. വിക്രമിനെ കാണാനോ? ഉടനെ വിക്രമും ഒന്ന് പതുങ്ങുന്നുണ്ട് കേട്ടോ. എന്നെ കാണാൻ ഇവരെന്തിനാ ഇങ്ങോട്ട് വരണത്? അപ്പോൾ വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ എന്നെ കാണാൻ എന്തിനാണ് നിങ്ങൾ വന്നത്? അത് പിന്നെ ഒരു സഹായ അഭ്യർത്ഥനയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ അപ്പുറത്തെ ആ ഒരു തെരുവുണ്ടല്ലോ, അവിടെ കുറച്ച് ഗുണ്ടകൾ താമസം വന്നിട്ടുണ്ട്. കുറച്ച് ഏറെ നാളായി. അവിടേക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സിൽപ്പെട്ടൊരു കുട്ടിയും പിന്നെ നമ്മുടെ അയൽപക്കത്തുള്ളൊരു കുട്ടി, അങ്ങനെ പല പെൺകുട്ടികളെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും അവരെ മോശമായ രീതിയിൽ ഒന്ന് പെരുമാറുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് തരണം. ഞങ്ങൾ വേറെ ആരോട് പോയി സഹായം ചോദിക്കാനാണ്? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ, പരാതി കൊടുത്തു എന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ പരാതി കൊടുത്തപ്പോൾ അവരാണെങ്കിൽ നോക്കാം, അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിവുകൾ പറഞ്ഞ് വിടുമായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA-യുടെ മകനും ഒക്കെ ആ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണമോ ഒരു പരിഹാരമോ ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിക്രമിൻ്റെ അടുക്കിലേക്ക് വന്നത്. ഞങ്ങളെ ഒന്ന് സഹായിക്കണേ, പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ദേഷ്യം പറഞ്ഞിട്ടുണ്ടേ. കമലാമ്മ പറയുന്നുണ്ട്, പോലീസുകാർ ചെയ്യാത്ത കാര്യം എൻ്റെ മകൻ എങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞാണ്ടാ നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി പറ. ഇവൻ ഇവിടുത്തെ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനൊന്നുള്ള ആളല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോ എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ദേഷ്യപ്പെട്ട് അവരെ പറഞ്ഞയക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രമാണെങ്കിൽ കമലാമ്മയെ നോക്കിയിട്ട് വിക്രം കമലാമ്മേനെ നോക്കാൻ കേട്ടോ അവർ പോയപ്പോൾ. ആ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട്, എന്താ നീ നോക്കുന്നത്? നാട്ടിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ നടന്ന നിനക്ക് ഗുണ്ടാന്നൊരു പേര് വന്നത്. നീ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ നിൻ്റെ കുടുംബത്തിന് അതൊരു അപമാനമാണ്. അതുകൊണ്ട് നീ ഇതുപോലുള്ള അടിപിടി കേസുകളൊന്നും പോയി പെടണ്ട. നിന്നെ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കാണണം. വല്ല തെരുവുകളിലോ അല്ലെങ്കിൽ വല്ല സ്ഥലത്തോ പോയി കുത്തേറ്റും വെട്ടേറ്റും ഒക്കെ കിടക്കുന്ന കാണാൻ ഞങ്ങൾക്ക് ആവില്ല. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ എപ്പോഴും പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകണം, പക്ഷെ നമ്മുടെ ശരീരം കൂടെ നോക്കിയിട്ട് വേണം. അതുകൊണ്ട് നീ പോകണ്ട. നീ എൻ്റെ വാക്ക് കേൾക്കുമെങ്കിൽ നിന്നെ ഞാൻ എവിടേക്കും വിടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും വിക്രം അകത്തേക്ക് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. എന്തായാലും കമലാമ്മ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രം ഉള്ളിലേക്ക് കയറി പോകുമ്പോഴായിരിക്കും നമ്മുടെ ശ്രീനിവാസൻ വിക്രമിനെ വിളിക്കുകയാണ്. എടാ, ഒരു പ്രശ്നമുണ്ട്, നീ വേഗം ഇവിടേക്ക് വരണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് വേഗം തന്നെ പോകുകയാണ് കേട്ടോ. കമലാമ്മയാണെങ്കിൽ ആകെ പൊട്ടിക്കരയാണ്. കാരണം കമലാമ്മ പറഞ്ഞിട്ടും കേൾക്കാതെ വിക്രം പോയല്ലോ. അതിൻ്റെ സങ്കടത്തിലും വിഷമത്തിലും ഇരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് വിക്രം പോയി നേരെ ശ്രീനിവാസൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത് ഇതേ ഗുണ്ടകളുടെ കാര്യങ്ങളാണ് കേട്ടോ. കുറേയധികം ആളുകൾ ഇന്നിവിടെ സഹായം ചോദിച്ചു വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, എൻ്റെ അടുക്കലും വന്നിരുന്നു. നിൻ്റെ അടുക്കൽ വന്നിരുന്നു, എന്നിട്ട് നീ പോയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരിക്കുന്നല്ലോ. അത് പിന്നെ വീട്ടിലേക്കല്ലേ വന്നത്? വീട്ടുകാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അമ്മയാണെങ്കിൽ കാര്യം ചെല്ലും വീഴ്ചയിലും ഒക്കെ ആയിരുന്നു. എന്നോട് എങ്ങോട്ടും പോയേക്കല്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ ശ്രീനിവാസൻ സാർ വിളിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിങ്ങോടി പോന്നു. എന്തായാലും അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കൊച്ചു പെൺകുട്ടികൾ വെറുതെ വിടില്ലെന്നാണ് കേട്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ സാറും നമ്മുടെ വിക്രമും കൂടെ ആ ഗുണ്ടകളിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കലഹമൊക്കെ, അതായത് അടിപിടി കൂടുകയാണ്. ആ കൂടുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അതിലൊരു ഗുണ്ട നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടുന്നത് കേട്ടോ. അങ്ങനെ തോക്ക് ചൂണ്ടി വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വിക്രം വന്ന് അത് തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് വിക്രം ഫ്രണ്ടിലേക്ക് കയറാണ്. ആ സമയത്ത് വിക്രമിൻ്റെ കാലിലേക്ക് ബുള്ളറ്റ് കുത്തി തറയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുണ്ടോ. ആ സമയത്ത് പോലീസുകാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിക്രമും ഓടിപ്പോവുകയാണ്. പോലീസുകാർ വരുമ്പോഴത്തേനും ശ്രീനിവാസ സാറിനോട് വിക്രം പറയുന്നുണ്ട്, സാർ വേഗം പോയിക്കോളൂ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, സാർ ഇവിടെ നിന്ന് പോകും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പോകുകയാണ് കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞു കാണും. ഈ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പോലീസുകാർ വന്നത് കാരണം ഒളിഞ്ഞും മറഞ്ഞും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ കേട്ടോ. നേരം പാതിരാത്രിയാകാറായേ. അങ്ങനെ വിക്രമിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ നോക്കണം. പക്ഷേ വിക്രമിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. ഒന്ന് കോൾ വിളിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്ക് നില സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലിൽ ചോര വാർന്നൊലിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഈ
സമയമൊക്കെ നമ്മുടെ വേദയായിട്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞ സമയമായിരിക്കും കേട്ടോ. അപ്പോൾ വേദയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ വേദയാണെങ്കിൽ പെട്ടെന്നൊരു സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് പോലെ ഞെട്ടുകയാണ് കേട്ടോ. വിക്രമിന് എന്തോ സംഭവിച്ചു എന്നൊരു രീതിയിൽ നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കും വേദ വിക്രമിനെ വിളിക്കുകയാണ് കേട്ടോ. വിക്രമിനെ വിളിക്കുമ്പോൾ വിക്രം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും വാട്സപ്പിൽ. പെട്ടെന്ന് തന്നെ വേദ അവിടേക്ക് പോകുകയാണ് കേട്ടോ. വീട്ടിലാരും അറിയാതെ ആ ലൊക്കേഷനിലേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിക്രമിനെ കാണുന്നില്ലായിരിക്കും കേട്ടോ. അങ്ങനെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കും. ഫോൺ ബെല്ലടിക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോഴത്തേനും ചോരയിൽ കുളിച്ച് കിടക്കുന്ന വിക്രമിനെ ആയിരിക്കും കേട്ടോ നമ്മുടെ വേദ കാണുന്നത്. അങ്ങനെ വിക്രമിനെയും കൂട്ടി വേദ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, കേസാകും, പോലീസുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുക, അത് വലിയൊരു വിഷയമാകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിർത്തില്ല, എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്കോ? അതെങ്ങനെ? നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വേദ വിക്രമിനെയും കൂട്ടി വേദയുടെ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേദയുടെ കയ്യിലുള്ള അത്യാവശ്യ ഫിക്സഡ് ബോസ്റ്റിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യ സെറ്റപ്പിൽ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയുടെ ഒരു ഫ്രണ്ടിനെ, പുള്ളിക്കാരി ഡോക്ടറായിരിക്കും, ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയത്ത് ആരൊക്കെയാണ് മുറിവ് പറ്റിയത്, അപകടം പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അത്ര നീ പറഞ്ഞാൽ മതി, നീ പെട്ടെന്ന് ഇവിടേക്ക് വരണം, ചോര ഒരുപാട് പോകുന്നുണ്ട്, അതുകൊണ്ട് പൾസൊക്കെ കുറഞ്ഞു വരികയാണ്, നീ പെട്ടെന്ന് വരണമെന്ന് പറയാൻ കേട്ടോ. ഞാൻ വന്നേക്കാം, നീ പേടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. ഞാൻ കുറച്ച് മരുന്നിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം, നീ അത് എത്രയും പെട്ടെന്ന് വാങ്ങി വെച്ചേക്ക്, ഇനി ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അതൊന്നും സാരില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വേദ വീട്ടിലേക്ക് മരുന്നൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടുവരുന്ന സമയത്തായിരിക്കും അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഡോക്ടർ വിളിക്കുകയാണ് കേട്ടോ. ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേദ നിനക്കൊന്നും തോന്നരുത്, എനിക്കിപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊരു പേഷ്യൻറ്റ് വന്നു, എനിക്കിപ്പോൾ സർജറിക്ക് കയറാതെ നിവർത്തിയില്ല, ഇപ്പം ഞാൻ ഓഫ് ചോദിച്ചതാണ്, പക്ഷേ സമ്മതിക്കണില്ല സീനിയർ ഡോക്ടേഴ്സ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ ബുള്ളറ്റാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റില്ല, നിൻ്റെ സഹായമല്ലാതെ ഞാൻ ഇനി ആരുടെ സഹായം തേടും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, അതുകൊണ്ടല്ലേ ഇത് ഓപ്പറേഷൻ കയറ്റാറായി, അതുകൊണ്ട് ഞാൻ വെക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ടോ ഫോൺ വെക്കാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയോട് പിന്നെയും ഒന്നുകൂടെ ആ ഡോക്ടർ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്നെക്കൊണ്ട് സാധിക്കും, ആ ബുള്ളറ്റ് റിമൂവ് ചെയ്യേണ്ട ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതും ആ ബുള്ളറ്റ് റിമൂവ് ചെയ്യുന്നതും മരുന്ന് വയ്ക്കേണ്ടതുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനുണ്ടോ. എന്നിട്ട് വീഡിയോ കോൾ വഴി അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേദയാണെങ്കിൽ അതെല്ലാം ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒരു വിറയിലൂടെ ആയിരിക്കും വേദ അതെല്ലാം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ മയങ്ങി പോകുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വിക്രമിനൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, വേദനയോട് പൊളയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വേദയുടെ കണ്ണുകൾ നിറയാൻ കേട്ടോ. കരഞ്ഞുകൊണ്ടായിരിക്കും വേദ നമ്മുടെ വിക്രമിനെ പരിചരിക്കുന്നത്. അങ്ങനെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബുള്ളറ്റൊക്കെ റിമൂവ് ആക്കിയിട്ടോ. ഈ സമയത്ത് എന്നിട്ട് ആ ഒരു ഫ്രണ്ട് വേദയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം എങ്ങനെയുണ്ട് വിക്രമിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം മയക്കത്തിലാണെന്നോ, അയ്യോ വിക്രമിനെ ഉറങ്ങാൻ അനുവദിക്കരുത്, ഒരു 3-4 മണിക്കൂറത്തെങ്കിലും വിക്രമിനെ ഉറങ്ങാൻ അനുവദിക്കരുത്, വിക്രം ഉണർന്ന് തന്നെ ഇരിക്കണം, എന്നാലേ ആ മരുന്നിനൊക്കെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയത്തായിരിക്കും വേദയാണ് പെട്ടെന്ന് വിക്രമിനെ ഉണർത്തുകയാണ് കേട്ടോ. ഉണർത്തിയതിന് ശേഷം തങ്ങളുടെ പഴയകാല ആ ഒരു ലൈഫ് വേദ വിക്രമിന് മുൻപിൽ തുറന്ന് കാണിക്കുകയാണ്. തൻ്റെ ആ വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം ഉറങ്ങിപ്പോകുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ കണ്ണുകൾ നിറയാണ്. കാരണം ഇപ്പോൾ അവർ സെപ്പറേറ്റഡ് ആയിരിക്കും കേട്ടോ. പല ഇഷ്യൂസ് കാരണം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കുമേ. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ പിറ്റേന്ന് വിക്രം അങ്ങനെ കുറച്ച് പെയിനൊക്കെ കുറഞ്ഞ് ആ ഒരു റിലാക്സ് ആയിട്ട് മരുന്നിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം ഒന്ന് ഉണർന്ന് വരികയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, എനിക്ക് നല്ല വിശപ്പുണ്ട് വേദ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ താഴെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ. ആ സമയത്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കിടക്കാൻ പോയിട്ടുണ്ടായിരിക്കേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ ഇറങ്ങി വന്നേ, വിശക്കുന്നുണ്ടായിരിക്കും അല്ലേ, നിന്നോട് മുമ്പ് ചോദിച്ചതല്ലേ, അപ്പോൾ നീ ഇല്ലയെന്ന് പറഞ്ഞല്ലോ, മുറി പോലും തുറക്കാൻ കൂട്ടാക്കിയില്ല, ഇപ്പം എന്താ വിശക്കുന്നോ, ഇപ്പം നല്ല വിശപ്പ് തോന്നിക്കുന്ന അമ്മയെ കുറച്ച് ഫുഡ് എടുത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ 2-3 ഇഡലി എടുത്ത് വെക്കുമ്പോൾ ഇത് പോരാ, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 10-12 ഇഡലി എടുത്ത് വെക്കുകയാണ്. ഇത്ര ഇഡലി നീ ഒരുമിച്ച് കഴിക്കുമോ എന്ന്
എന്താ നമ്മുടെ വേദയുടെ സിസ്റ്ററിലോ ചോദിക്കാൻ കേട്ടോ, എനിക്ക് നല്ല വിശപ്പുണ്ട്, വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കറിയും ഫുഡും ഒക്കെ ആയിട്ട് മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ. അങ്ങനെ വിക്രമിന് കൊടുക്കുമ്പോൾ വിക്രം അതിങ്ങനെ കയ്യിലൊക്കെ നല്ല പെയിനാണ്, ഇടിയൊക്കെ കൊണ്ടതിൻ്റെ. അങ്ങനെ വിക്രമിനെ എടുത്ത് കഴിക്കാൻ കഴിയാതെ വരികയാണ് കേട്ടോ. അപ്പോൾ വേദ തന്നെ വാരി കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് വിക്രമിൻ്റെ നമ്മുടെ വേദയുടെ കൂട്ടുകാരി ഒന്നുകൂടെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് എല്ലാം ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ ഡോക്ടറോട് നന്ദി പറയാണ് വിക്രം. അപ്പോൾ വിക്രമിനോട് ഡോക്ടർ പറയാണ്, എനിക്കല്ല നന്ദി പറയേണ്ടത്, എനിക്കല്ല നന്ദി പറയേണ്ടത്, വേദയ്ക്കാണ് നന്ദി പറയേണ്ടത്. വേദയാണ് തനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. തന്നെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചതും ആ ബുള്ളറ്റ് റിമൂവ് ചെയ്യിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും തന്നെ ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേദ ഉണർന്നിരുന്ന് തനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു നിന്ന് അറിഞ്ഞു. എല്ലാം വേദയാണ് ചെയ്തത്, അതുകൊണ്ട് വേദയ്ക്കാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രമിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് വേദയുടെയും. കാരണം രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് വേദയോട് ഒരുപാട് താങ്ക്സ് പറയുന്ന വിക്രമിനെയാണ് കേട്ടോ കാണിക്കുന്നത്.